നമ്മൾ യേശുനാഥൻ്റെ ജീവിത ചരിത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5-ാം ദിവസമാണ് യേശുനാഥൻ്റെ 30 വയസ്സിന് പുറകോട്ട്, അതായത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശുനാഥൻ എവിടെയായിരുന്നു. 5-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് 30-ാം വയസ്സിൻ്റെ ചരിത്രമാണ്. 25 കഴിഞ്ഞിട്ട് 26, 27, 28, 30 വയസ്സ് വരെ നടന്ന സംഭവമാണ്. അങ്ങനെ യേശുനാഥൻ ഒരുങ്ങിയാണ്. എങ്ങനെ ഒരുങ്ങി? 30-ാം വയസ്സിലേക്ക് വന്നപ്പോൾ യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ തോളിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രമിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുനാഥൻ മരുഭൂമിയിലൂടെ പോയിരുന്നു. എന്തിനാണ്? യേശു ചെയ്യാൻ പോകുന്ന 3 വർഷത്തെ പരസ്യ ജീവിതം. എന്താണ് ചെയ്യാൻ പോണത്? പിശാചുക്കളെ പുറത്താക്കാൻ, രോഗശാന്തി കൊടുക്കാൻ, ചില പിശാചുക്കൾ കെട്ടിവെച്ച മാരകമായ രോഗങ്ങൾ അഴിപ്പാൻ, അതിന് ഒരുങ്ങണം. അങ്ങനെ യേശുനാഥൻ ഒരുങ്ങണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉൽപ്പത്തി മുതലുള്ള പഴയ നിയമങ്ങൾ വായിച്ച് കാണാപ്പാഠമാക്കി 40 രാവും പകലും യേശുനാഥൻ ഉപവസിക്കും. ആ ദിവസങ്ങളിൽ ഒന്നും ഭക്ഷണം അവൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് യേശു മല ഇറങ്ങി വരുമ്പോൾ പൂർണ്ണ ശക്തി പ്രാപിച്ച് വരെയാണ്. അങ്ങനെ പരസ്യ ജീവിതത്തിലേക്ക് വരെയാണ് യേശുനാഥൻ. പുറത്തോട്ട് ഇറങ്ങിയാണ് യേശുനാഥൻ. യേശുനാഥൻ്റെ ജീവിത ചരിത്രം നമ്മൾ ഇന്നലെ കണ്ടു, മിനിയാന്ന് കണ്ടു, 4-5 ദിവസം കണ്ടു. ഇന്ന് 5-ാമത്തെ ദിവസമാണ്. യേശുനാഥൻ ഒരുങ്ങി വരെയാണ്. അപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ ഈ 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിക്കുമ്പോൾ സാത്താൻ അവൻ്റെ പുറവശത്ത് ഇരിപ്പുണ്ടായിരുന്നു. വിശപ്പറിഞ്ഞ് യേശുനാഥൻ മലയിറങ്ങി വരികയാണ്. അതുവരെ അവന് ശരി വിശപ്പുണ്ടായിരുന്നില്ല. വിശപ്പറിഞ്ഞ ഈ സാത്താൻ നേരെ യേശുവിന് മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ, നോക്കിയാൽ അവിടെ വെല്ലുവിളിക്കുകയാണ് യേശുനാഥനെ, നീ ദൈവപുത്രനാണോ? കാരണം ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ ഒരു വാക്ക് സ്വരം അവിടെ മുഴങ്ങുന്നുണ്ട്. അത് സാത്താൻ പിടിച്ചെടുത്ത്, എന്നിട്ട് സാത്താൻ ക്രിസ്തുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. അവൻ കൽപ്പിക്കുകയാണ്. പക്ഷേ യേശു സാത്താനിൽ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് മലയിറങ്ങി വരികയാണ്. നമുക്കത് കേൾക്കാം, വചനം കേൾക്കാം. ഈ വചനം ഇന്ന് പറയണ ഈ വചനം ബൈബിളിലില്ല. അത് നെറ്റിലൂടെ ഞാൻ എടുത്തിട്ട് നിങ്ങളോട് പറയണം. ഇത് ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് യേശുവിൻ്റെ ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിത ചരിത്രത്തിൽ ലാസ്റ്റ് ഭാഗം. 30-ാം വയസ്സിൽ യേശു ജീവിതം. 30-ാം വയസ്സിലെ യേശുവിൻ്റെ ജീവിതം. ഹല്ലേലൂയ. 30-ാം വയസ്സിൽ യേശു തൻ്റെ പൊതു ശുശ്രൂഷയ്ക്കായി തുടക്കം കുറിച്ചു. 30-ാം വയസ്സിലാണ് യേശു തൻ്റെ പരസ്യ ജീവിതത്തിനായി തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ തുടക്കം കുറിക്കുന്നത് യേശു ഒരുങ്ങിക്കൊണ്ടാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വയ്യണം. യേശു പറയുന്നുണ്ടല്ലേ, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും അല്ലാണ്ട് ഈ വർഗം പുറത്തു പോകില്ല. ഇത് രണ്ടും യേശുനാഥൻ പൂർത്തിയാക്കി. ഒന്ന്, ബൈബിൾ മുഴുവൻ വായിച്ച് കാണാപ്പാഠമാക്കി. 2, 40 ദിവസവും ഉപവാസവും പ്രാർത്ഥനയും. ഈ ഒരു 2 പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ പിശാചിനെ നമുക്ക് ബന്ധിക്കാൻ പറ്റുള്ളൂ, അവ പുറത്തു പോകുള്ളൂ. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണ് ആ മാറ്റങ്ങൾ? ഒന്നാമത്തെ മാറ്റം എന്നാണ് പിശാചിനെ ബഹിഷ്കരിക്കാൻ. ദുഷ്ടശക്തിയെ ബഹിഷ്കരിക്കാൻ ദൈവപുത്രൻ മനുഷ്യരുടെ ഇടയിലേക്ക്
30-ാം വയസ്സിൽ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ഇറങ്ങി വരികയാണ്. സ്നാപക യോഹന്നാൻ മുഖേന ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചു. യേശു ചെയ്യണം. മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. സ്നാനം സ്വീകരിച്ചപ്പോൾ എന്ത് പറ്റി? നമ്മളെല്ലാവരും സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. ഈ സ്നാനത്തിലൂടെ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. ആരാണത്? പരിശുദ്ധാത്മാവ്. അത് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ ദാഹിച്ചെങ്കിൽ മാത്രമേ അത് നമ്മളെ മേൽ വരികയുള്ളൂ, അല്ലെങ്കിൽ അത് മാറി നിൽക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി. സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെള്ളപ്രാവിൻ്റെ രൂപത്തിൽ യേശുനാഥൻ്റെ മേൽ ഇറങ്ങി വന്നു. നമ്മൾ ശിശുക്കളായി കുഞ്ഞായിട്ടിരുന്നപ്പോൾ സ്നാനം സ്വീകരിക്കുന്നുണ്ട് ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട്. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ മേൽ. അത് പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല. പിന്നെ എന്തുകൊണ്ടാണ്? നമ്മുടെ ചില പ്രവൃത്തി മൂലം അത് വിട്ടുപോയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും വിട്ടുപോകില്ല, അത് മാറി നിൽക്കും. പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കഴിഞ്ഞാൽ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. ഇതുപോലെ യേശു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ ശബ്ദം കേട്ടു. ആകാശത്തു നിന്നും സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ സ്വരം കേട്ടു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്, പിതാവിൻ്റെ സ്വരം. സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ ശബ്ദം കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെയാണ് യേശുനാഥൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. 40 ദിവസവും 40 രാത്രിയും ഉപവസിച്ചു. 40 ദിവസം 40 രാത്രിയും. പ്രത്യേകം പരിധിക്ക് നടക്കണ്ട. 40 ദിവസവും 40 രാത്രിയും ഉപവസിച്ചു. നടത്തിയ 3 പരീക്ഷണങ്ങൾ അവൻ ജയിച്ചു. സാത്താൻ 3 പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ആ 3 പരീക്ഷണം? ഒന്ന്, അവൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. ദൈവപുത്രൻ. അവന് സംശയമാണ് പിശാചിന് ഇപ്പോഴും. നീ ഇവൻ സ്വരം കേട്ടല്ലോ, അപ്പോൾ അത് സത്യമാണോ, നേരാണോ? അപ്പോൾ അവൻ പറയണം, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. രണ്ടാമത് യേശുവിനെ ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ കാണിക്കുകയാണ്. ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. രണ്ടാമത്തെ പരീക്ഷണം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. സാത്താൻ്റെ തന്ത്രം കണ്ട യേശു വണങ്ങിയില്ല. മൂന്നാമത്തെ പരീക്ഷണം, അവൻ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് വെട്ടിക്കെടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടുക. എൻ്റെ കാലിൽ കല്ല് തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചോളൂ. ഈ 3 പരീക്ഷണം ഇവിടെ കാണിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാൻ യേശു തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മൾ മനസ്സിലാക്കണം. യേശുനാഥൻ ദൈവപുത്രനാണ്. എങ്കിലും യേശുനാഥൻ ഒരുങ്ങി, പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി. നമുക്ക് ആ ഒരു വചനം ശ്രമിക്കാം. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാൻ നദിയിൽ നിന്നും മടങ്ങി. പരിശുദ്ധാത്മാവ് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും യേശുനാഥൻ്റെ മേൽ വന്നു. അതിനു മുമ്പ് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി യേശുനാഥൻ. വചനം മുഴുവൻ കംപ്ലീറ്റ് ഹൃദയത്തിൽ നിറഞ്ഞ് ഇനി പരിശുദ്ധാത്മാവും കൂടി വരണം. അപ്പോൾ സ്നാനം സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. കണ്ട, ഇവിടെ ജോർദാനിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? യേശുവിനെ അറിയാം. ഞാൻ 3 വർഷത്തെ പരസ്യ ജീവിതം ഏറ്റെടുത്ത് നടത്താൻ പോയിരുന്നു. അപ്പോൾ പരീക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളണം,
ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി യേശു ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കണം. 40 രാവും 40 പകലും. ഭക്ഷണമായിട്ട് വചനം പ്രാർത്ഥിച്ചൊരുക്കി. ഹല്ലേലൂയ. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. ആ ദിവസങ്ങളിലൊന്നും അവൻ ഭക്ഷിക്കായിട്ട് പാനീയം ചെയ്യായിട്ട് ഒന്നും ചെയ്തില്ല. കർത്താവ് പറയുന്നുണ്ട് വചനത്തിൽ, അല്ലേ? ഉപവാസവും പ്രാർത്ഥനയും കൂടെ അല്ലാണ്ട് ഈ വർഗം പുറത്തു പോകരുതെന്ന് ശിഷ്യന്മാരോട് പറയും. വചനത്തിലുണ്ടത്. എന്തുകൊണ്ടാണ് അതൊക്കെ പറയാൻ കാരണം? യേശു ഒഴികയാണ് വന്നാക്കണത്. പിശാചിൻ്റെ ഒരു കുടിലതന്ത്രങ്ങളും യേശുനാഥൻ്റെ മുമ്പിൽ നടക്കില്ല. ഹല്ലേലൂയ. അവസാനം അവൻ വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു. 40 രാവും 40 പകലും ഉപവസിച്ചപ്പോൾ യേശുവിന് വിശന്നു. ഹല്ലേലൂയ. നീ ദൈവപുത്രനാണെങ്കിൽ, അങ്ങനെ പിശാച് നേരെ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. യേശു മലയിറങ്ങി വരികയാണ് ഉപവസിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട്. നേരെ പിശാച് വന്നിട്ട് പറയുന്നത്, നീ ദൈവപുത്രനാണോ? ഞാനിങ്ങനൊരു സ്വരം കേട്ടല്ലോ. എന്നിട്ടും അവന് സംശയമാണ്. കണ്ട, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചതിച്ച് കളഞ്ഞ് സ്ത്രീനെ. നീ ഈ പഴം തിന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും, എൻ്റെ കണ്ണ് തുറക്കപ്പെടുന്ന അവൻ നുണയനായി കളഞ്ഞു. അതുപോലെ ഇവിടെ യേശുനാഥനെ വെല്ലുവിളിക്കുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോടൊന്ന് അപ്പാക്കാക്കെ പറ, ഞാനൊന്ന് കാണട്ടെ. വെല്ലുവിളിക്കുകയാണ് യേശുനാഥനെ. ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യപുത്രൻ ജീവിക്കുന്നത് എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. ക്ഷണനേരം കൊണ്ട് ഭൂമിയിലെ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ ഇത് ഞങ്ങൾക്ക് തരാം. രണ്ടാമത്തെ പരീക്ഷണം. പിശാച് അവനോട് പറഞ്ഞു, ഇവയെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. പിശാചിൻ്റെ കുടിലെ തന്ത്രം ഞാൻ തരാം. ഇതെല്ലാം എനിക്കുള്ളതാണ്. എൻ്റെ ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും. ഹല്ലേലൂയ. പിന്നെ അവൻ യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ വിട്ടുപോയി. ഇന്ന് 5-ാം ദിവസമാണ്. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം കാണും. യേശുവിൻ്റെ ജീവിത ചരിത്രം. ഹല്ലേലൂയ.